അലോഷ്യസ് സേവ്യർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അലോഷ്യസ്, എങ്ങനെയാണ് നിങ്ങൾ ഇന്നലത്തെ സംഭവത്തെ കാണുന്നത്? നമുക്കറിയാം നിരവധിയായ സംഭവങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ KSU യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് നേരെ വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. എങ്ങനെ നോക്കിക്കാണുന്നു? പ്രതിഷേധം തുടരാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? നവകേരള സദസ് എന്ന പേരിൽ കാസർഗോഡ് നിന്ന് ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ആഡംബര യാത്ര എല്ലാ ഇടങ്ങളിലും എത്തുമ്പോഴും അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇപ്പൊ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിക്കും ഒപ്പം അവർക്ക് അകമ്പടി പോകുന്നത് ഗുണ്ടാ തലവന്മാരാണ്. നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് ആ വണ്ടിക്ക് അകമ്പടി പോകുന്നതെന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പോലീസും അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്നലെ ആലപ്പുഴയിലുണ്ടായ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിനെ ഉൾപ്പെടെ വളരെ മൃഗീയമായിട്ടുള്ള രീതിയിൽ അവർ ജനാധിപത്യപരമായ രീതിയിൽ അവർ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടത്തുന്നു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി അവിടുത്തെ പ്രാദേശിക പോലീസുകാരുൾപ്പെടെ നോക്കി നിൽക്കെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന അവരുടെ സെക്യൂരിറ്റി ഗാർഡ് ഇതിനെ വളരെ മൃഗീയമായിട്ടുള്ള രീതിയിലാണ് പരിശോധിക്കുന്നത്. അവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ അവർ നാട്ടിലെ CPM പാർട്ടി പ്രവർത്തകരാണെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായ സമര രീതികളെ ഇവർ കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും തന്നെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ അരങ്ങേറിയ സംഭവം. അതുകൊണ്ട് ഭീകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇനിയും സമരമുറകൾ തന്നെയായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ രീതിയിലുള്ള സമരം തുടരുമോ അലോഷ്യസ്? നോക്കൂ, ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിവിധയിടങ്ങളിൽ കരിങ്കൊടി കാണിച്ചു. ആ പ്രതിഷേധത്തിൽ നിങ്ങളുടെ എത്ര പ്രവർത്തകരാണ് പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത്? നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ കണക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ തുടർന്നാൽ എത്ര നാൾ നിങ്ങൾക്ക് തുടരാൻ കഴിയും? അങ്ങനെ തുടരാൻ തന്നെയാണോ നിങ്ങൾക്ക് തീരുമാനം? അല്ല, തീർച്ചയായിട്ടും ഈ സമരം തുടരാൻ തന്നെയാണ്. അത് തിരുവനന്തപുരം എത്തുന്നത് വരെ ഈ സമരം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അത് എത്ര ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാലും, എത്ര രക്തം ചിന്തേണ്ടി വന്നു കഴിഞ്ഞാലും ഈ സർക്കാരിന്റെ ജനവിരുദ്ധ യാത്രയെ ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കുക എന്ന ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞങ്ങളിത് മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങളുടെ മുൻപിൽ ഇത് തുറന്നു കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം യാതൊരു ആവശ്യവുമില്ലാത്ത സർക്കാർ ചെലവ് ഉപയോഗിച്ചുകൊണ്ട്, സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആഡംബര യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയൊന്നും മോഡി പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇതിപ്പോൾ പല രീതിയിലുള്ള ഇടപെടലുകളാണ് നമ്മൾ കണ്ടത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ അവർ പറയുന്ന ഇടപെടലുകൾ നടത്തുന്നത് കണ്ടു. കൊട്ടേഷൻ സംഘം ഇതിൻ്റെ കൂടെ ഒപ്പമുണ്ട് എന്ന തരത്തിൽ കണ്ടു. അവരും സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നുണ്ട് എന്നത് കണ്ടു. ഇന്നലെ പോലീസ് പിടിച്ചു മാറ്റിയവരെയാണ് ഗൺമാനും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇത് ക്രൂരമായി മർദ്ദിക്കുന്നത് കാണുന്നത്. ഏത് തരത്തിലുള്ള നിയമ നടപടി എങ്ങനെ സ്വീകരിക്കാനാണ് നിങ്ങൾ ഒരുങ്ങുന്നത്? ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഈ യാത്ര ആരംഭിച്ച മുതൽ ഇത്തരത്തിലുണ്ടായ ആക്രമണങ്ങളുടെ എല്ലാം ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, അതേപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായുള്ള ആക്രമണങ്ങൾ, ഇതിന്റെ എല്ലാം പട്ടികകൾ ഞങ്ങൾ തയ്യാറാക്കുകയാണ്. ഇത് വെച്ച് ഞങ്ങൾ ശക്തമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു SFIയുടെ നേതൃത്വത്തിൽ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ പാഞ്ഞെടുക്കുന്നു. അവർക്ക് അതിലേക്ക് ഗവർണറുടെ യാത്രയെ പറ്റിയുള്ള വിവരങ്ങൾ പകർന്നു നൽകുന്ന അവിടുത്തെ പോലീസുകാരാണ്. എന്നിട്ട് വലിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ അഴിച്ചുവിടുമ്പോൾ അത് ജനാധിപത്യ സമരമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെയുള്ള അവരെല്ലാം ഫേസ്ബുക്ക് ഹാൻഡിലുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. SFI സമരം ചെയ്യുമ്പോൾ അത് ജനാധിപത്യ സമരവും, KSU മറ്റ് സമരം ചെയ്യുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധവും എന്ന് പറയുന്ന ഈ വിരോധാഭാസത്തെ പറ്റി തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും തന്നെ ഞങ്ങളുടെ പോരാട്ടങ്ങൾ തുടരും. ഇതിന്റെ കുറ്റക്കാരായിട്ടുള്ള ഗുണ്ടകളെ, പോലീസ് സേനയിൽ തന്നെ ഒരു ഗുണ്ടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്നലത്തെ ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിയമ പോരാട്ടം തുടരും, ഒപ്പം തന്നെ പ്രതിഷേധവും തുടരും എന്നതാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ